എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. അതായത് വൈകുന്നേരം ആയപ്പോഴത്തേനും വിനോദം പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് പോകണ്ടെന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. പിന്നെ മോള് പറഞ്ഞു പോകാം അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഓർത്ത് ആ മക്കളുടെ ഇഷ്ടമല്ലേ എന്നാൽ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞങ്ങളപ്പോൾ പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. മക്കൾ 3 പേരും ബാക്കിലിരിപ്പുണ്ട്. അപ്പോൾ മോൻ അവിടെ നിന്ന് പുറകിൽ നിന്ന് എനിക്കിട്ട് തോണ്ടുവാണേ. അപ്പോൾ ഞാൻ മോനെ ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഗ്രാൻഡ് എൻട്രിയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോണത്. നമ്മൾ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ നമ്മൾ പിള്ളേരും ഒക്കെ ആണെങ്കിലും ഭയങ്കര പാവം പിള്ളേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കയറി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ നമ്മളവിടെ ഇരിക്കുവാണേ. അന്നേരം മോൻ അവിടുത്തെ മെനു കാർഡൊക്കെ എടുത്ത് ആകെ മൊത്തം പ്രശ്നങ്ങളും അലമ്പാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കും ഇവനെ അങ്ങ് അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കൊച്ചാണ് അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഗ്ലാസ്സൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അധികം ഗ്ലാസ്സൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് അത് ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഓരോ കളിയും കണ്ടിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ വെള്ളം കൊണ്ടുപോകണ പാലും അല്ല, അത് വെള്ളം കൊണ്ടുപോകണ ബോട്ടിലാണ് കേട്ടോ. അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മറ്റവർ രണ്ടുപേരും ഓരോ മൊബൈലും കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനോദൻ അപ്പോൾ മൊബൈലിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം കുഞ്ഞിനെ ഒന്ന് അടക്കി ഇരുത്തണം. അന്നേരം വിനോദൻ പറഞ്ഞ് ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ, ചായയല്ല കോഫി കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ കഫേലാറ്റെ കോഫി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ മോൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേനും ഭയങ്കര കയ്പാന്നൊക്കെ ആൾ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ മോൻ അതെടുത്ത് മൊത്തം കുടിച്ച് തീർത്തു കേട്ടോ. വിനോദനൊട്ട് കിട്ടിയില്ല കോഫിയെ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ആ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു തരത്തിൽ കുഞ്ഞിനെ ഒരു സൈഡിൽ ഒതുക്കി നമ്മളവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അന്നേരം അവിടെ കോഫി മേടിക്കുന്നുണ്ട്. അവിടുന്ന് കോഫി അച്ഛയെ ഒന്ന് തരാൻ പറഞ്ഞിട്ട് കോഫിയൊക്കെ മേടിക്കുകയാണ്. ഇപ്പം അത് മൊത്തം അത് കുടിച്ച് തീർത്തു കേട്ടോ. വിനോദിന് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാൽക്കപ്പയും ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാൽക്കപ്പ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്നും അറിയില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതാണ് പാൽക്കപ്പ. പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നൂൽ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ അൽഫാമും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് ഒരു വീഡിയോ എടുത്താണ് ഫുഡിൻ്റെയൊക്കെ കേട്ടോ. നമ്മളിങ്ങനെ മിക്കപ്പോഴും ഇങ്ങനെ പോകും കേട്ടോ, ഫുഡൊക്കെ കഴിക്കാൻ പോകും. നമ്മളുടെ ആ കൊച്ചു സന്തോഷങ്ങളൊന്നും നമ്മൾ കളയാറില്ല. നമുക്ക് അതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഇങ്ങനെ സന്തോഷിക്കുക, മക്കളോടും വിനോദനോടൊപ്പം പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു വേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് പറഞ്ഞു, പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞു. ഇവർക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കറിയാം, ഞാൻ ഒരെണ്ണം മേടിച്ചാലേ ഇവർ കുടിക്കുമോ എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിന് ഇച്ചിരി കൊടുത്ത് നോക്കി. അപ്പം മോൻ ഇച്ചിരി കുറച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ അവരെല്ലാവരും അവിടെ ഓരോ തരത്തിൽ ഇങ്ങനെ മൊബൈലും ഒക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിന് മതിയായി. അതിനാൽ ഞാൻ പാർവണയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പാർവണയോട് ചോദിച്ച്, പാർവണിക്ക് ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ പാർവണിക്ക് അവിടെ വെച്ച് കൊടുത്തിട്ട്, ഇവർക്ക് എന്തിനാണെന്ന് അറിയാം, ജ്യൂസിനകത്തിരുന്ന ഐസ് കട്ട തിന്നാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേരം അച്ഛനവിടെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഐസ് കട്ട തിന്നവിടെ ഇപ്പോൾ ഐസ് കട്ട എടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഐസ് കട്ട തണുപ്പാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര തണുപ്പ്, അത് വായിലിട്ടിട്ട് തിരിച്ച് കഴിക്കാത്തേക്ക് തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് നമുക്ക് പാഴ്സൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. എപ്പോൾ ഫുഡ് കഴിച്ചാലും എന്തെങ്കിലും പാഴ്സലായിട്ട് വീട്ടിൽ പോകുള്ളൂ കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്നാലോ 2 ദിവസം കഴിഞ്ഞിട്ട് അതെടുത്ത് വെറുതെ കളയും. അന്നേരം ഇവിടെ അവളെ ഭയങ്കര ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ കയറുക, താഴത്തോട്ട് ഇറങ്ങുക, ഇങ്ങനെ ഇത് തന്നെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ സ്ട്രോ എല്ലാം കൊണ്ട് തന്നത് മൊത്തം കീറിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ റൊമാൻ അവിടെ ഭയങ്കര പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളാണ് കേട്ടോ. എപ്പോൾ പോയാലും അവിടെ ഒരു പുല്ല് ഇങ്ങനെ ചെടി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമായി, ഭിത്തിയിൽ ഇങ്ങനെ വളർന്ന് വരുന്നത്. അവിടെ വന്നിട്ട് എപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, അച്ഛേ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇളയ അവിടെ പോയി പെട്ടെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്കൊക്കെ അത്ഭുതമായി പോയിട്ടോ. അവനെല്ലാം പിടിച്ചാലും നിൽക്കുമല്ലാത്ത ആളാണ്. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ പോസിലും പോയി നിന്ന് കേട്ടോ. അത് നമുക്ക് അത്ഭുതമായി പോയി കേട്ടോ.
അട്ടങ്ങി നിൽക്കുന്നതേ. പിന്നെ അതേ ഇവരോട് പറഞ്ഞ് നിങ്ങൾ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ നടുക്ക് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പം 3 പേരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി നോക്കി ഇങ്ങനെ പുറത്ത് നിൽക്കും. അപ്പോൾ ഈ പുറത്ത് ഓരോ കാഴ്ച കണ്ടിട്ട് മോൻ ഇറങ്ങണം, വണ്ടിയിലാൻ കണ്ടിട്ട് ഇറങ്ങി ഓടാൻ അവൻ ധൃതി. അപ്പോൾ ഞാൻ എളി പിടിച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ ഓരോന്നും കാണിക്കാവുന്ന എൻ്റെ പരമാവധി ഓരോന്നും കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉടുപ്പൊക്കെ പിടിച്ച് വലിച്ച് പുറയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഒരു തരത്തിൽ ഞാനവിടെ അപ്പോൾ ഓരോ വണ്ടി JCB വരുന്നുണ്ടോ, ക്രെയിൻ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. അത് ഓരോ വണ്ടിയും വരുമ്പോഴത്തേനും ബസ് അത് ഇതെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ളൂ ഇവനെ മെരുക്കാൻ ഇതൊക്കെയാണ് തന്ത്രമുള്ളൂ. എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇവനറിയാം അച്ഛൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഒന്നെങ്കിൽ താഴെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ്. അത് അറിയാവുന്ന കൊണ്ട് ഞാൻ പറയും എൻ്റെ കയ്യിലേക്ക് തന്നാൽ മതി, ഞാൻ എടുത്തോളാം എന്ന് പറയും. എന്നെക്കൊണ്ട് മാത്രമേ അവനെ അടക്കി നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറി നമ്മളിതേ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ ഒരു സന്തോഷകരമായ നിമിഷമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതൊന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.